തിരുവനന്തപുരത്ത് ഇതുപോലെ അതിമനോഹരമായൊരു സ്ഥലമുണ്ടെന്നറിയാൻ അല്പം വൈകിപ്പോയി. കാടിന് നടുവിൽ വെള്ളത്തിന് മുകളിൽ വട്ടം കറങ്ങിയ യാത്ര. ദിസ് ഇസ് കോട്ടൂർ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ. 2006 വനത്തിൽ ഒറ്റപ്പെട്ടു പോയ ആനക്കുട്ടികൾക്കായിട്ട് ഈ കേന്ദ്രം തുടങ്ങിയത്. ഇവിടെയുള്ള ഓരോ ആനകൾക്കും ഓരോ കഥ പറയാനുണ്ട്. അവർ വന്ന സ്ഥലത്തിന്റെ പേരോ അല്ലെങ്കിൽ വനം വകുപ്പ് നൽകുന്ന പ്രത്യേക പേരുകളോ ആണ് ഇവർക്കുള്ളത്. സാധാരണ രാവിലെ എത്തിയാൽ ആനകളുടെ കുളി കാണാൻ പറ്റാറുണ്ട്. പക്ഷെ ഇത്തവണ ഞങ്ങൾക്കത് അല്പം മിസ്സായിപ്പോയി. പിന്നെ ആനകൾ മതപ്പാടിലായതുകൊണ്ട് സുരക്ഷാ കാരണങ്ങളാൽ ഞങ്ങൾക്ക് അധികം അടുത്തേക്ക് പോകാനും സാധിച്ചില്ല. ദൂരെ നിന്ന് അവരെ കാണാൻ മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ ഓടി പോകുന്നത് കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന ആനയെ കാണാനാണ്. ഈ ആനയുടെ പേരാണ് സോമൻ. 85 വയസ്സുണ്ടത്രേ. ഇനി ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു ഈ കുട്ടവഞ്ചി സവാരി. 400 രൂപയ്ക്ക് 4 പേർക്ക് വരെയാണ് ഈ വഞ്ചിയിൽ കയറാൻ പറ്റുന്നത്. ശാന്തമായി ഈ ജലത്തിലൂടെ വട്ടം കറങ്ങിയൊരു യാത്ര ശരിക്കും അടിപൊളിയാണ്. അപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് വരാനായിട്ട് ടിക്കറ്റിന് അധികം റേറ്റ് ഒന്നും ഇല്ല. ഒരു അഡൾട്ടിന് 80 രൂപ മറ്റും വെച്ചേ ഉള്ളൂ. ആൻഡ് ഓൾസോ രാവിലെ 8 മണി തൊട്ട് ഓപ്പൺ ആവും. 5 മണി വരെയാണെന്ന് തോന്നുന്നു പ്രവർത്തനവും. കാട്ടിൻ്റെ നടുവിലെ ഈ ശാന്തമായ ജലത്തിലൂടെയുള്ള യാത്ര ശരിക്കും ഒരു തെറാപ്പി പോലെയാണ്. ചുറ്റുമുള്ള പച്ചപ്പും തണുപ്പും കാറ്റും മാത്രം. ഉണ്ടാക്കുന്ന ആ ഓളങ്ങൾ കണ്ടിരിക്കും എന്ത് രസമാണെന്നറിയാമോ. വലിയ ബോട്ടുകൾ തരുന്നതിനേക്കാൾ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നൊരു പ്രത്യേകത ഫീൽ. ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ ചെയ്ത പോലെ കൊള്ളൊരു സുഖം.